ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോളർ നെക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോളറാണ്. വി കോളർ എന്നൊക്കെ പറയാമെങ്കിലും ശരിക്കും ഇത് വി കോളർ നെക്കല്ല, വേറൊരു ടൈപ്പ് നെക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 ടൈപ്പ് തുണിയാണ് വേണ്ടത്. ഒന്ന് നമ്മുടെ കുർത്തിയുടെ മെറ്റീരിയൽ. ഞാനിവിടെ 2.5 മീറ്റർ കുർത്തിയുടെ ഇക്കത്തിൻ്റെ മെറ്റീരിയലാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മീറ്ററിന് പ്രൈസ് വരുന്നത് 380 രൂപയാണ്. ഇത് ഒരു 1/2 മീറ്റർ അജ്രക്കിൻ്റെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഏതാണെങ്കിലും ഒരു 1/2 മീറ്റർ ഒന്നും വേണമെന്നില്ല, ഒരു 1/4 മീറ്റർ ആയാലും നമുക്ക് ധാരാളം മതി. പക്ഷേ ഇത് 1/2 മീറ്ററായിട്ട് മുറിച്ച് തരുള്ളൂ, അതുകൊണ്ട് ഞാനൊരു 1/2 മീറ്റർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 200 എത്രയും കണ്ട് സംതിങ് ആണ് വില വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 മെറ്റീരിയലുമാണ് നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും ഒന്ന് പറയാം. നിവർത്തി വെച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. നിങ്ങൾ ആ 9 ഇഞ്ച് തന്നെ എടുത്താൽ മതി, ഏത് സൈസുകാർക്കും അത് ബാധകമാണ് കേട്ടോ. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾ 12 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഞാനതിപ്പോൾ ഒരു 13 ഇഞ്ച് ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അത് തന്നെ അങ്ങ് എടുത്ത് മടക്കുകയാണ്. അപ്പോൾ അത്രയും വീതി കൂടുതലെടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ വിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.25 നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വി നെക്കല്ലേ, ഇച്ചിരി വൈഡായിട്ടിരുന്നോട്ടെ നിർത്തേണ്ട, ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 കുഴപ്പമില്ല. ഇനി നെക്കിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച്, 1/2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കണം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ സാധാരണ നെക്കൊക്കെ വരയ്ക്കുന്നതല്ലേ, അപ്പോൾ നെക്കൊന്നും അതിൻ്റെ അകത്ത് വരയ്ക്കണ്ട, അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് മുകളിൽ നിന്ന്, ഏറ്റവും മുകളിൽ നിന്ന് ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ താഴെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് ഒരു പോയിൻറ്റ്, ടേപ്പിലെ ഒരു വരയുണ്ടല്ലോ, ആ ഒരു വരയുടെ അത്രയും അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോക്കും കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു പേന എടുത്തിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. പേനയോ പെൻസിലോ എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോയിൻറ്റ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ആ മുകളിൽ നമ്മൾ ആ ഒരു മാർക്കിങ് കൊടുത്തിട്ടില്ലേ ബോക്സ് പോലെ, അവിടം വരെ കൊണ്ട് ചെന്ന് ഇതുപോലെ മുട്ടിക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കാതെ ഒന്ന് ചെരിച്ചായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് അതുപോലെ തന്നെ ഇരുന്നാൽ മതി. നെക്ക് അതിൻ്റെ അകത്ത് വേറെ വരയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ സ്ക്വയർ പീസ് അങ്ങ് വെട്ടിയെടുത്തു. അതിന് ശേഷം താഴേക്ക് ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഇതുപോലെ അങ്ങ് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് ആ ഒരു വിട്ട് വരും കേട്ടോ. താഴേക്ക് വെട്ടിയേക്കണതിൻ്റെ വിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻ്റെ പശയുള്ള ഭാഗമാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ തുണിയുടെ റോങ് സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. ഇത് റോങ് സൈഡാണ്, ഇതാണ് നല്ല വശം. അപ്പോൾ റോങ് സൈഡിൽ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചൂടിൽ അയൺ ചെയ്ത് ഇത് ചുളുങ്ങിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ചൂടിൽ അയൺ ചെയ്തെടുക്കുക. നന്നായിട്ട് അത് ഒട്ടുകയും ചെയ്യണം കേട്ടോ, എന്നാലാണ് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. കറക്റ്റ് എല്ലാ ഒരു കോർണർ ഭാഗം എല്ലാം നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചാലാണ്, ഒട്ടിച്ച് വെച്ചാലാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമാവുള്ളൂ. അപ്പോൾ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടിട്ട് ആ ഒരു പീസിങ്ങനെ ഇതുപോലെ വെട്ടിയെടുക്കാം. മുകൾ ഭാഗത്ത് നമ്മുടെ ആ ക്യാൻവാസിനോട് ചേർത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്യുക. തയ്യൽ തുമ്പായിട്ട് നമുക്ക് അവിടെ വിടേണ്ട കാര്യമൊന്നുമില്ല. തയ്യൽ തുമ്പാണ് നമ്മൾ ആ മുകളിൽ ക്യാൻവാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഈ ഒരു 1/2 ഇഞ്ച് വിട്ടേക്കണത് ഇത് നമുക്ക് ക്യാൻവാസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുർത്തിയിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കുർത്തിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പീസ് മൊത്തത്തിലാണ്. സാധാരണ നമ്മൾ നെക്കിൻ്റെ ഒരു പീസ് മാത്രമല്ലേ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ, ഇത് മൊത്തത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുർത്തിയുടെ നല്ല വശത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കുർത്തിയുടെ നല്ല വശത്ത് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ നല്ല വശം ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം, സൈഡിലായിട്ട് നമ്മുടെ സ്ലീവ് പിടിപ്പിക്കുന്നിടത്ത് കറക്റ്റായിട്ട് ക്യാൻവാസ് വന്നിരിക്കണം കേട്ടോ. ഞാനത് പിന്നീട് കുറച്ച് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 13 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത്രയും വേണ്ട, നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് 12 എടുത്താൽ മാത്രം മതി. എന്നിട്ട് അതൊന്ന് പിൻ
ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വീതി കൂടുന്തോറും നമുക്ക് ആ സ്ലീവ് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് 12 11.5 എടുത്താലും മതി. അതിനുശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാം. ആ താഴേക്ക് വരുന്ന ആ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ 7 ഇഞ്ച് കട്ട് ചെയ്തേക്കണേ ആ ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ലെങ്ത്ത് വളരെ കുറച്ചിട്ടിട്ട് ചെയ്യുക, കാരണം നമ്മളത് ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിട്ടുപോകും. ഏറ്റവും കുറച്ചിട്ടിട്ട് ചെയ്യുക. കഴുത്തൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് എപ്പോഴും കുറച്ചിട്ടിട്ട് ചെയ്യുക. അത് ഞാൻ പല വീഡിയോകളിലും എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പണിയല്ല. കോളറെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ അളവുകളും മാർക്കിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓർക്കും. പക്ഷേ ഇത് ഒരുപാടും ഇല്ലാത്തൊരു കോളർ നെക്കാണ് കേട്ടോ. കാണാനും നല്ലൊരു ലുക്കായിട്ടുള്ള ഒരു നെക്കാണ്. അപ്പം ഞാനിതിൻ്റെ ഉള്ളിലത്തെ പീസ് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ആ കോർണർ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ 2 സൈഡിലും. എന്നിട്ട് സൂക്ഷിച്ച് നമ്മുടെ കത്രിക കൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക താഴെ വരെ. അപ്പോൾ 2 സൈഡിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നെല്ലാം അഴിച്ചെടുത്തിട്ട് ഇതൊന്ന് മറച്ചിടുകയാണ്. അതിൻ്റെ കോർണറൊക്കെ നന്നായിട്ട് എന്തെങ്കിലും കത്രിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുത്തിയിട്ട് കറക്റ്റാക്കുക. ഇത് തുണിയുടെ റോങ് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നല്ല സൈഡാണെന്ന് തോന്നും, പക്ഷേ ഇത് റോങ് സൈഡാണ്. ഇതാണ് കുർത്തിയുടെ നല്ല സൈഡ് വരുന്നത്. ഇനി നമ്മുടെ കോളർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെരിച്ചങ്ങ് മടക്കുക. കണ്ടോ, ഒരു വി ഷേപ്പിൽ വന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് അയൺ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ അവിടെ പതിഞ്ഞിരുന്നോളും. എന്നാലും അത് ചിലപ്പോൾ വിടർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ ഒരു സൂചിയും നൂലും വെച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു കോർണർ ഭാഗത്ത് ഞാനിപ്പോൾ സൂചിയും കൊണ്ട് തുന്നുന്ന ഭാഗമല്ലേ, അവിടെ വേണമെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുക്കാം കേട്ടോ. ചില പിക്ചറിലൊക്കെ അത് കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ 2 സൈഡിലും നമ്മളിതുപോലെ സൂചിയും നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ അധികമൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. ഒരു 1.5 ഇഞ്ച് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. കോളറാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇറക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോവും. അപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലും പീസ് നിങ്ങളുടെ കയ്യിലുണ്ട്, വെട്ട് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലത്തെ നല്ല അടിപൊളി കുർത്തി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.